ഫിഫ വേൾഡ് കപ്പ് 2026 ഇന്ന് മെക്സിക്കോയിൽ തുടക്കം. ആദ്യ മത്സരം അർദ്ധരാത്രി 12:30 മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും തമ്മിലാണ്. വേൾഡ് കപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഓർത്തിരിക്കുന്ന കുറച്ച് നിമിഷങ്ങൾ നമുക്ക് നോക്കാം. 1986 ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിലായിരുന്നു ഫുട്ബോൾ ഇതിഹാസം അർജന്റീനയുടെ ഡിയോഗോ മറഡോണ ദൈവത്തിൻ്റെ കൈയെന്ന ചരിത്ര ഗോളിന് ഉടമയായത്. ഇംഗ്ലണ്ടായിരുന്നു ക്വാർട്ടറിൽ അർജന്റീനയുടെ എതിരാളികൾ. ഇംഗ്ലണ്ട് ഗോൾ കീപ്പർ പീറ്റർ ഷിൽട്ടനെ മറികടന്ന് മറഡോണയുടെ പന്ത് ഹെഡ് ചെയ്യുന്നതിനിടെ കൈതട്ടി ബോൾ വലയിലാവുകയായിരുന്നു. ഈ സംഭവത്തെ തുടർന്ന് മറഡോണ അന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്: "അല്പം എൻ്റെ തലയും അല്പം ദൈവത്തിൻ്റെ കൈയും കൊണ്ട് ഗോൾ നേടി." കള്ളൻ കൊണ്ടുപോയ ലോകകപ്പ്. 60 വർഷങ്ങൾക്ക് മുൻപ് 1966 ഇംഗ്ലണ്ട് വേദിയായ ലോകകപ്പിലാണ് അന്ന് ലോക ജേതാക്കൾക്ക് സമ്മാനിച്ചിരുന്ന യൂൾ റിമേ കപ്പ് മോഷണം പോയത്. ലണ്ടനിലെ വെസ്റ്റ് മിനിസ്റ്റർ ഹാളിൽ കപ്പ് പ്രദർശനത്തിന് വെച്ചപ്പോഴായിരുന്നു സംഭവം. പോലീസ് തിരച്ചിൽ നടത്തിയെങ്കിലും കപ്പ് കണ്ടെത്താനായില്ല. പിന്നീട് ദക്ഷിണ ലണ്ടനിൽ നിന്ന് ഒരു വളർത്തു നായക്കുട്ടിയാണ് പത്രത്തിൽ പൊതിഞ്ഞ നിലയിൽ ലോകകപ്പ് കണ്ടെത്തിയത്. പിക്കിൾസ് എന്നായിരുന്നു കപ്പ് മണത്തുപൊക്കിയ നായക്കുട്ടിയുടെ പേര്. ആ ലോകകപ്പ് ഇംഗ്ലണ്ട് ജയിച്ചപ്പോൾ പിക്കിൾസിനെ ടീമിൻ്റെ വിജയ പാർട്ടിക്ക് ക്ഷണിച്ചിരുന്നു. കടിയൻ സ്വാരസ്. ലോകകപ്പ് മത്സരത്തിൽ എതിരാളിയെ കടിച്ച് താരമെന്ന റെക്കോർഡ് യുറുഗ്വേ സൂപ്പർ താരം ലൂയിസ് സ്വാരസിന് സ്വന്തം. 2014 ബ്രസീലിൽ നടന്ന ലോകകപ്പിലാണ് സ്വാരസ് റെക്കോർഡ് പേരിലാക്കിയത്. ഇറ്റലി യുറുഗ്വേ ഗ്രൂപ്പ് മത്സരത്തിനിടെ ഇറ്റലിയുടെ ജോർജിയോ ചില്ലിനിയുടെ ചുമലിൽ സ്വാരസ് കടിച്ചു. ഇതേ തുടർന്ന് 9 രാജ്യാന്തര മത്സരങ്ങളിലടക്കം താരത്തിന് വിലക്കും 1,00,000 സ്വിസ് ഫ്രാങ്ക്, അന്നത്തെ ഏകദേശം 67.20 ലക്ഷം രൂപ പിഴയും ഫിഫ വിധിച്ചു. കടിയിലൂടെ സ്വാരസിന് പണം നഷ്ടമായെങ്കിലും തൻ്റെ ഒരു ആരാധകന് ലഭിച്ചത് ഏകദേശം 87,000 രൂപയാണ്. ലോകകപ്പിൽ സ്വാരസ് കടിക്കുമെന്ന് നോർവേക്കാരൻ തോമസ് സിവേർസൻ പന്തയം വെച്ചിരുന്നു.